അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തമിഴിൽ നിന്ന് നമുക്കൊരു ചെറിയ പടത്തിന് ടീസർ വന്നിട്ടുണ്ട്. ഹോട്ട്സ്പോട്ട് 2. അതായത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഹോട്ട്സ്പോട്ട് ടു മച്ച് എന്ന് പറഞ്ഞിട്ട്. ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആന്തോളജി ഫിലിമാണ്. അത് ഭയങ്കര രസകരമായിട്ടുള്ള, അതായത് നമ്മൾ പലപ്പോഴും ആലോചിച്ചാലും നമുക്കത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ പുറത്ത് ഒരാളോട് ചോദിക്കാനോ മടിയുള്ള പല വിഷയങ്ങളെയും ഇവരൊരു പടത്തിനകത്താക്കിയിട്ട് അതിനെ കുറച്ച് ഫണ്ണായിട്ട് അവതരിപ്പിച്ചൊരു പടമായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ ഐഡിയ അതിനകത്തെ ഓരോ ഷോർട്ട് ഫിലിം പോലെ, അതായത് അറിയാലോ ആന്തോളജി പടം. അപ്പോൾ ഇൻഡിവിജ്വൽ അതൊരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസർ എടുത്ത് കഥ പറയാൻ വന്നിരിക്കുകയാണ്. അയാളോട് ബൗൺസ് ചെയ്യുന്ന ഐഡിയാസ് പോലെ ഇതുപോലെ. അപ്പോൾ ആ ഐഡിയാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര രസമാണല്ലോ. പക്ഷെ അവരതിനെ കുറച്ചുകൂടെ ജനറിക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ രസമാണ്. അവിടെ അത്യാവശ്യം നല്ല വിജയിച്ച പടം, വളരെ ലോ ബഡ്ജറ്റ് വന്ന പടം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ടീസർ വന്ന് കണ്ടു. அவங்க படத்துக்கு எப்படி டீசர் பண்ணலாம்னு ஐடியாஸ் யோசிச்சாங்களா? ஓ அந்த படமா? மியூசிக்கல் டீசர், சவுண்ட் எஃபெக்ட்ஸ் டீசர், வாய்ஸ் ஓவர் டீசர், நிறைய ஐடியாஸ் யோசிச்சாங்களா? சொல்லுங்க ஜேம்ஸ் ப்ளீஸ். எனக்கு என்ன பண்றது புரியல. சரியான தலைவலி. எதுவுமே செட் ஆகல. இப்போ என்ன பண்றது? அந்த நேரத்துல அவங்களுக்கு ஒன்று தோணுச்சு. எனக்கு எதுவுமே தோணலன்றதையே ஒரு டீசரா பண்ணக்கூடாதுன்னு. என்ன? உங்களுக்கு ஓகே இல்ல? இதெல்லாம் ரொம்ப டூ மச் ஆகிறாங்க எல்லாரும் சொன்னாங்க. அதுக்கு இவங்க சொன்ன பதில் இதுதான்டா ஆஸ்மா டூ. எப்படி இருக்கு சார்? டீசரே ஏதோ ஒரு மாதிரி இருக்கு. ஏற்கனவே உங்களுக்கும் ட்ரெய்லருக்கும் எல்லாம் பொருத்தும். இந்த வாட்டியும் ட்ரெய்லர் எப்படி പഞ്ചായത്ത് അതായത് ഈ പടത്തിൻ്റെ കണ്ടന്റിൽ കുറച്ച് അധികം ചോദ്യങ്ങൾ ആൾക്കാർക്ക് ഇങ്ങനെ എന്നടാ ഇത് എന്ന് ചോദിക്കുന്ന ലൈൻ ഓഫ് സാധനങ്ങൾ ഉള്ളതാണ്. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. അതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ട്രെയിലറിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കുന്നതൊക്കെ തോന്നുന്നു. കാരണം പടം കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് ഓരോ കൺസെപ്റ്റ് കൊണ്ട് എടുക്കുമ്പോൾ ഇത് കാര്യം അത് വേറെ ഒന്നുമല്ല, നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കാം. പക്ഷേ അതൊരുമാതിരി ചിലക്ക് അതിൻ്റെ കഥ പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോഴേ എടാ ഇത് എൻ്റെ കഥ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും. ബട്ട് അത് എസ്പെഷ്യലി ബേസിക്കലി ഇവർ പടത്തിനകത്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മറ്റേ റിലേഷൻഷിപ്പുകളുടെ കുറച്ച് എലമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പാർട്ടിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഗായത്രി കൃഷ്ണനൊക്കെ അഭിനയിച്ചൊരു എപ്പിസോഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് പെണ്ണ് കാണൽ ചടങ്ങ്, അത് പയ്യൻ കാണൽ. അതായത് പെണ്ണ് വീട്ടിൽ വരുന്നു, പയ്യൻ മറ്റേ ഇതൊക്കെ കൊണ്ടുവരും. നമ്മൾ അങ്ങനത്തെ ആ സാധനങ്ങൾ കണ്ടില്ല. ആ ലൈനിലൊരു സാധനം അതിനകത്ത് അവരുടെ കോൺവെർസേഷൻ അതെങ്ങനെ ആയിരിക്കും ആ ലൈനിൽ ചിന്തിച്ചാണെന്നുള്ളത് ഒരു വേർഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ചധികം സാധനം ഉണ്ടായിരുന്നു. ഞാനത് അന്ന് കണ്ടപ്പോൾ ഇതുപോലെ കുറച്ച് പേരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഈ പടത്തെ പറ്റി അറിഞ്ഞതും ഇത് കണ്ടു നോക്കിയത്. ഭയങ്കര ഒരു ഫൺ സാധനമാണ് അത് മൊത്തം. അപ്പോൾ നോക്കാം ഇതിൻ്റെ ടൂ മച്ചിനകത്ത് എന്താ സംഭവിക്കുന്നത്. ടൂ മച്ച് എന്നവർ പറയുന്നതുകൊണ്ട് തന്നെ ടൂ മച്ച് പരിപാടികളുണ്ടായിരിക്കും തോന്നുന്നു. ഈ സിനിമ ഫസ്റ്റ് പാർട്ട് കണ്ടത് കണ്ടു നോക്കുക, ഒരു രസമുള്ള സാധനമാണ് കേട്ടോ. ഹോട്ട്സ്പോട്ട്.